ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റേവ്സ് വ്ലോഗ്സ് യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ 1 വീക്ക് മെഹന്തി ഹെയർ കെയർ ചലഞ്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ. സോ ഇന്ന് നമ്മുടെ 6th ആൻഡ് 7th ഡേ, 6ാമത്തെയും 7ാമത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. 6ാമത്തെ ദിവസം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ഹെയറിനെ അങ്ങനെ ഫ്രീ ആയി വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് രാവിലെ എഴുന്നേൽക്കുക, മുടിയുടെ ജടയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോംബ് ചെയ്ത് കൊടുക്കുക, ഹെയറിനൊരു ജെൻറ്റിൽ മസാജ് കൊടുക്കുക, പറ്റുമെങ്കിൽ ബാലായം ചെയ്യുക, പറ്റുമെങ്കിൽ മാത്രമല്ല ബാലായം ഷുവറായും ചെയ്യാം. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ 6th ഡേയിൽ ചെയ്തത്. ആൻഡ് ഇന്നത്തെ 7th ഡേ, അതായത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണല്ലേ നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ, ഈ ഒരു 1 വീക്ക് ഹെയർ കെയർ ചലഞ്ചിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. സോ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആസ് യൂഷ്വൽ നമ്മുടെ മുടിയുടെ ജടയും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുക്കുക, നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക, ജെൻറ്റൽ മസാജ് കൊടുക്കുക, അതുപോലെ തന്നെ ബാലായം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എല്ലാ ദിവസവും ഒരു റുട്ടീൻ പോലെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താ പറയുക, നമ്മുടെ ഇത്രയും ഈ ഒരു 1 വീക്ക് ഹെയർ കെയർ ചലഞ്ച് എന്താണ് സിൻസിയറായിട്ട് ചെയ്തവർക്ക് എന്തെങ്കിലും ഹെയറിൽ ഒരു ചെറിയൊരു മാറ്റമെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് എൻ്റെ ഹെയർ ഞാൻ കെയർ ചെയ്യാണ്ടിട്ടിരുന്ന ഒരു ഹെയർ ആയിരുന്നു. ഞാൻ അങ്ങനെ ആ ഒരു ഹെയറിൽ ഡയറക്റ്റ് ആണ് ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ടാക്കിയത്. സോ എന്നെപ്പോലെ ഹെയർ കെയർ ചെയ്യാനൊക്കെ മടിയുള്ളവർക്ക് ഇതുപോലെ 1 വീക്ക് കെയർ ചലഞ്ചൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതുപോലെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ചലഞ്ചസൊക്കെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു ഹെയറിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ചലഞ്ചായിരുന്നു ഇത്. ബിക്കോസ് എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല ഷൈനിങ് ആൻഡ് സ്മൂത്തിങ് രീതിയിൽ എനിക്ക് കിട്ടി, സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല കുറച്ച് തിക്നെസ് വെച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഒരുപാട് മുടികൾ അങ്ങ് പുതിയതായിട്ട് പൊട്ടിക്കിളിച്ച് പനങ്കുല പോലെ ഉള്ളോടെ കൂടി വളർന്നു എന്നല്ല. ബട്ട് ഉള്ള മുടിക്ക് എന്തോ ഒരു രീതിക്ക് കുറച്ച് എന്താണ് ഒരു തിക്നെസ്സൊക്കെ വന്നതുപോലെ ഒരു അത്യാവശ്യം ഒരു ഹെൽത്തി കണ്ടീഷനിൽ എന്തോ ഒരു ഹെയറിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച് നല്ല മെനയാക്കി എടുത്തു, ആ ഒരു രീതിയിലുള്ള ഒരു എഫക്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇന്നത്തെ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ലാസ്റ്റ് ഡേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഡെയിലി നമ്മൾ എടുക്കുന്ന നമ്മുടെ മൈലാഞ്ചി ഇല, അതിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തിളപ്പിച്ചെടുത്ത തേയില വെള്ളം, അതിലേക്ക് നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, ഇത്രയും ചേർത്ത് അരച്ചിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ പാക്ക് നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലും ടിപ്പിലും എൻ്റെയിലൊക്കെ എത്തുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്തെടുത്തോളൂ കേട്ടോ. എൻ്റെ മൈലാഞ്ചി ഇല ഓൾറെഡി എല്ലാം ഫിനിഷ് ആയിട്ടോ. എൻ്റെ കയ്യിലിരുന്ന എല്ലാ മൈലാഞ്ചി ഇലയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പാക്ക് പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഹെയറിൽ ഫുള്ളായിട്ട് കവർ ചെയ്യാനുള്ളതില്ലായിരുന്നു. എങ്കിലും ഉള്ളത് വെച്ചിട്ട് ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം എൻ്റെ ഹെയറിൽ അപ്ലൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചലഞ്ച് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഹെയറിൽ മാറ്റം ഉണ്ടായെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ച് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഡീമെറിറ്റ്സ്, എന്തെങ്കിലും പോരായ്മകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയ പുതിയ സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ആക്കിക്കൊള്ളൂ കേട്ടോ. അപ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, അപ്പോഴേ എനിക്ക് നിങ്ങളുടെ ആ ഒരു സജഷൻസിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഓക്കെ, പുതിയ പുതിയ പാക്കുകൾ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഞാനത് ട്രൈ ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുക ഹെയർ. അത് കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഞാൻ കുറേ നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞത്. ഇതുപോലെ ഹെയർ ക്യാപ്പ് വെക്കുന്നതിൻ്റെ ഗുണങ്ങളും ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ നിങ്ങളതും യൂസ് ആക്കുക കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.